എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന തമ്പിയുടെ പതനമാണ്. തമ്പി ഇത്രയും കാലം അങ്ങനെ സന്തോഷിച്ച് ആറാടി ഇരുന്ന തമ്പിക്ക് അവസാനം 8ന്റെ പണി കൊടുക്കുന്നുണ്ട് ജാനകി എല്ലാവരും കൂടെ ചേർന്നിട്ട്. തമ്പി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല കഴിഞ്ഞ ദിവസമൊക്കെ സംഭവിച്ചേ. അവസാനം തമ്പി ആ കാര്യം തിരിച്ചറിയുവാണ്. ജാനകി തൻ്റെ മോളാന്ന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വിശേഷത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും. ജാനകിയുടെ അടുത്തേക്ക് തമ്പി ചെല്ലുന്നത്. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് രാധാമണിയെ കാണുവാണ്. രാധാമണിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തമ്പിക്കൊരു ഞെട്ടല്. തമ്പി വിചാരിച്ചുകൊണ്ടിരുന്നേ മേരിക്കുട്ടിയമ്മയാണ് രാധാമണി നോർത്താ ഇരുന്നേ. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ പശുപതി എന്ന് പറഞ്ഞു കൊടുത്തേ. പക്ഷെ രാധാമണിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തമ്പിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതുമാത്രമല്ല അവസാനം മേരിക്കുട്ടിയമ്മയുടെ ഒരു പറച്ചിലൂടെ ഈ രാധാമണി പ്രസവിച്ച മോളാണ് ഈ നിൽക്കുന്ന ജാനകി. ജാനകി ആരാന്നറിയോ? നിന്റെ സ്വന്തം മോളാന്ന്. അത് കേട്ടപ്പം തമ്പി ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചിരിക്കുക. തമ്പിക്ക് കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. തമ്പി പറഞ്ഞ് വെറുതെ നിങ്ങൾ കള്ളത്തരം പറയണ്ടെന്നൊക്കെ പറയണം. മേരിക്കുട്ടിയമ്മ പറഞ്ഞു, നീ എന്താടാ വിചാരിച്ചേ? ഇവളെ പറ്റിച്ച് കടന്നു കളഞ്ഞിട്ട് ഇത്രയും കാലം നീ ഇവിടെ കൊല്ലാൻ വരെ നോക്കി, എന്നിട്ടോ അവൾ ജീവിച്ചില്ലേടാ. അവൾക്ക് ഇങ്ങനൊരു മോളും ഉണ്ടായി. പലവട്ടം ജാനകിയെ നിങ്ങൾ അച്ഛനില്ലാത്തവൾ അമ്മയില്ലാത്തവൾ അനാഥയെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം. എടാ നിന്റെ സ്വന്തം ചോരയാടായി നിൽക്കുന്നേ. നിന്റെ സ്വന്തം ചോരയോടാണ് നീ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി തമ്പിയുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഒരിക്കലും നിങ്ങളുടെ മോളാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിങ്ങളെപ്പോലൊരു അച്ഛനെ വേണ്ടതാനും. അതിനു വേണ്ടിയിട്ടല്ല ഞാൻ നീതിക്ക് വേണ്ടി പോരാടുന്നേ. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാ. നിങ്ങൾ കാരണം ഓർമ്മ പോലും ഇല്ലാതെ എൻ്റെ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാവോ വർഷങ്ങളായിട്ട് എൻ്റെ അമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതന. നിങ്ങൾ സൂചിച്ച് നിങ്ങളുടെ ഭാര്യയുടെ മകളോടൊപ്പം കഴിയണ സമയത്ത് എൻ്റെ അമ്മ ഓർമ്മയില്ലാതെ ഒന്നുമില്ലാതെ ഒരു ഓർഫനേജ് കഴിയുമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഇനിയെങ്കിലും നീതി കിട്ടണം. പിന്നെ എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ്, സൂര്യനാരായണൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമായിരുന്നു, നിനക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെയാണ് അവസാനം ഞാൻ ഈ സത്യത്തിലേക്ക് എത്തിയത്. അന്ന് അച്ഛനോടൊപ്പം ഓഫീസിലുണ്ടായിരുന്ന നിങ്ങൾ എൻ്റെ അമ്മയെ പിച്ച് ചെയ്യുന്ന സമയത്ത് അത് എത്രമാത്രം ക്രൂരത നിങ്ങൾ കാണിച്ചതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ജാനകി വായി വന്നെല്ലാം വിളിച്ചു പറയാണ്. അതൊരിക്കലും തമ്പി പ്രതീക്ഷ കാര്യമല്ല. ജാനകി പറഞ്ഞ്, നിങ്ങളെയും വെറുതെ വിടാൻ പോകുന്നില്ല. എനിക്ക് നിങ്ങൾ ഒരിക്കലും അച്ഛനാവണ്ട. നിങ്ങളുടെ മോളാവാനും എനിക്ക് താല്പര്യമില്ല. നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് നിങ്ങളുടെ മകളാവുകയും ചെയ്യണ്ട. നിങ്ങളെന്നെ അംഗീകരിക്കുകയും വേണ്ട. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടണം. അതിനു വേണ്ടി ഞാൻ പോരാടും. എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ പോരാടുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ തമ്പിക്ക് മറുപടിയില്ല. കാരണം തമ്പി ആ ഒരു ഷോക്കിൽ നിന്ന് മുക്തനായിട്ടുണ്ടായിരുന്നില്ല. തമ്പി ഇങ്ങനെയൊന്നും പ്രതീക്ഷയല്ല വരുന്നേ. പിന്നീട് മേരിക്കുട്ടിയാൻ പറഞ്ഞു, നാണം ഉണ്ടോടാ നിനക്ക്? സ്വന്തം മോളാന്ന് അറിഞ്ഞപ്പോൾ നീ എന്താടാ നിന്റെ ഉത്തരം മുട്ടിയാടാ തമ്പി. ഇനി നീ കാണാൻ പോകുന്നുള്ള കളി അറിയാലോ. ഇത്രയൊക്കെ അറിഞ്ഞില്ലേ? ഇതും കൂടെ അറിഞ്ഞു വെച്ചിട്ട് നീ കൂടെ പോയാൽ മതി എന്ന് പറയാണ്. ഇനി നിനക്കെതിരെ ഇനി ഒളിപ്പോരല്ല നടത്താനായിട്ട് പോകുന്നേ, നേർക്ക് നേരെ യുദ്ധമാടാ ജാനകി നടത്താൻ പോകുന്നേ എന്ന് പറയാണ്. അത് രാധാമണിയെ മുൻനിർത്തിയുള്ള യുദ്ധമായിരിക്കും. നിനക്ക് തടുക്കാൻ പറ്റുമെങ്കിൽ തടുത്തോ തമ്പി എന്ന് പറയാണ്. അവസാനം തമ്പി അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു ജീവശവമായിട്ടാണ്. തമ്പിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അങ്ങനെ തമ്പി നേരെ ബാറിലേക്കാണ് പോകുന്നത്. അവിടെ പോയി മൂക്കറ്റം മദ്യപിക്കുകയാണ്. തമ്പിയുടെ മനസ്സിലേക്ക് പല കാര്യങ്ങളും വന്നു. ഉണ്ണിത്താൻ വക്കീൽ വന്ന് പറഞ്ഞത് രാധാമണി തനിക്കൊരു മോളുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അയാൾക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയായിരിക്കും, ജാനകി തൻ്റെ മോളാന്നുള്ള കാര്യം. അപ്പം അതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ്. അങ്ങനെ തമ്പി മൂക്കറ്റം മദ്യപിച്ച് വീട്ടിലേക്ക് കയറി വരുവാണ്. വന്നിപ്പം വസുന്ധര ചെന്നിട്ട് കാര്യം അന്വേഷിച്ചപ്പോൾ തമ്പി ഒന്നും പറഞ്ഞില്ല. വസുന്ധരയ്ക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെന്ന്. പിന്നീട് വസുന്ധര അപർണയെ വിളിക്കുകയാണ്. അപർണയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയണം. അച്ഛൻ വന്നിട്ടുണ്ടീ മോളെ. അച്ഛൻ എന്തോ തകർന്ന് മട്ടില്ല, ഒന്നും സംസാരിക്കുന്നില്ല. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. മോളൊരു കാര്യം ചെയ്യാം, മോളൊന്ന് വിളിച്ചു നോക്കാൻ പറയണം. അങ്ങനെ അപർണ തമ്പിയെ വിളിച്ചു. അപർണ തമ്പിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കണം. എന്താ ചായ പോയിട്ട് കാര്യങ്ങൾ? ആ രാധാമണി വരച്ചരെ കണ്ടോ? അവരെന്ത് പറഞ്ഞു? അവരെ അടിച്ചു പുറത്താക്കാൻ എല്ലാവരും ചോദിക്കുകയാണ്. ഈ സമയം തമ്പി പറഞ്ഞു, വേണ്ട മോളെ, അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയണേ. അച്ഛൻ എന്താ ഇപ്പം ഇങ്ങനെ പറയണമെന്ന് ചോദിക്കാം. ഒന്നുമില്ല, നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ്. തമ്പി കൂടുതലൊന്നും പറഞ്ഞില്ല. ഈ സമയത്ത് ജാനകി ആകെപ്പെട്ട ടെൻഷനില്ല. ജാനകി എന്ന് മേരിക്കുട്ടിയമ്മ മേടിച്ച്, എന്തിനാ മേരിക്കുട്ടിയമ്മ അങ്ങനെയൊക്കെ പറയാൻ പോയത്? ഞാനാണ് അയാളുടെ മോളെന്നുള്ള കാര്യം അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കും. പിന്നെ എത്ര കാലം എന്ന് വെച്ചാൽ മോളെ ഇതൊക്കെ മറച്ചു വെക്കുന്നേ? അവൻ അറിയട്ടെ, ആ ദുഷ്ടൻ അറിയട്ടെ, അവൻ ചെയ്ത ക്രൂരതയുടെ ബലമാണ് മോളെന്നുള്ള കാര്യം. മോളെ ഇത്രയും കാലം ചവിട്ടി തേച്ചു. ഇപ്പോഴോ അയാളുടെ മോളെ ഇപ്പോഴും ഉപദ്രവിക്കാൻ പുറകെ നടക്കുമല്ലേ? ഇനിയെങ്കിലും മോൾ ഈ സത്യങ്ങളൊക്കെ എല്ലാവരുടെ മുന്നിൽ തുറന്നു പറഞ്ഞില്ലെങ്കിൽ നാളെ മോൾക്ക് ഒരു ഗതി ഉണ്ടാകത്തില്ല. ഇനിയെങ്കിലും അറിയട്ടെ എന്ന് പറയണം.
പിന്നീട് ജാനകി നേരെ അഭിയെ വിളിക്കുകയാണ്. അഭിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു, അങ്ങനെയാണ് ഇനി സൂക്ഷിക്കണം. നീ മോളും നിന്റെ അമ്മ രാധാമണിയാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അയാളിന് ചിലപ്പോൾ ഗുണ്ടകളെ പോലും വിടാൻ മടിക്കില്ല. സ്വന്തം ചോരയാണെങ്കിലും അയാൾ ചിലപ്പോൾ കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് പറയണം. ജാനകി പറഞ്ഞു, ഞാൻ എന്താണ് രണ്ടും കൽപ്പിച്ച അഭിയേട്ടൻ ഇങ്ങോട്ടേക്കൊന്ന് വരണം. എനിക്ക് എന്തോ ഭയങ്കര മനസ്സിന് ബുദ്ധിമുട്ടാന്ന് പറയണം. അഭിക്ക് മനസ്സിലായി ജാനകി അനുഭവിക്കുന്ന ടെൻഷൻ എന്താന്നുള്ള കാര്യം. അഭി പറഞ്ഞു, പേടിക്കണ്ട, ഞാനിത് ഇപ്പം തന്നെ പുറപ്പെടാമെന്ന് പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജാനകി വിഷമിച്ചിരിക്കുന്ന സമയത്ത് മേരിക്കുട്ടിയമ്മ വന്ന് ജാനകിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സാരമില്ല മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. ചിലപ്പോൾ ഇതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയാം. പക്ഷേ രാധാമണിയിലാണെങ്കിലോ തമ്പിയെ കണ്ട് ഒരു മാറ്റം ഉണ്ടായില്ല. കാരണം അയാളെ തന്നെ മുമ്പ് കണ്ടിട്ടുണ്ടെന്നോ അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. രാധാമണിയുടെ മനസ്സിൽ തമ്പി എന്നൊരു രൂപം പോലും ഉണ്ടായിരുന്നില്ല. അത് ജാനകിനെ വല്ലാതെ ഒരു സങ്കടപ്പെടുത്തി. കാരണം ഒരു പക്ഷേ അയാളെ കണ്ടു കഴിയുമ്പോഴെങ്കിലും അമ്മയുടെ പഴയ ഓർമ്മശക്തിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരിക്കും എന്നൊരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടാകാതെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജാനകിക്ക് വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ചിലപ്പോൾ ഇനി പോകെ എല്ലാം മാറുമായിരിക്കും എന്നൊരു ചിന്തയായിരുന്നു ജാനകിയുടെ മനസ്സിൽ. ഈ സമയത്ത് തമ്പിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. തമ്പിക്ക് ആരോട് ഈ സത്യം തുറന്നു പറയണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അവസാനം SI സേനെ വിളിക്കുകയാണ്. SI സേനെ വിളിച്ചിട്ട് തമ്പിയോട് എനിക്കൊന്ന് കാണണമെന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം SI സേനെ കാണാനായിട്ട് പോയി. സേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തമ്പി പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നുമല്ല, ആ രാധാമണി എന്ന് പറഞ്ഞാൽ അവൾ ജീവിച്ചിരിപ്പണെന്ന് പറയണേ. ജീവിച്ചിരിപ്പുണ്ടോ? അതെ, അവൾക്കൊരു മോളും ഉണ്ടെന്ന് പറയണം. മോളോ? അതെ. മോളാരാന്നറിയോ? അബിയുടെ ഭാര്യ ജാനകിയാന്ന് പറയണം. സേനൻ ഞെട്ടിപ്പോയി. സത്യമാണോ തമ്പി പറയണമെന്ന് ചോദിക്കും. ഞാനിതിനോടോ കള്ളത്തരം പറയണേ? എൻ്റെ മോളാ അവള്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് നാളെ നാട്ടുകാരറിഞ്ഞാൽ, എൻ്റെ വീട്ടിലറിഞ്ഞാൽ, എൻ്റെ മോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ അവൾക്ക് സഹിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നെ ആട്ടി പുറത്താക്കൂടാ. എനിക്ക് പിന്നെ ഒരിക്കലും തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സേന എന്ന് പറയാം. സേനൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ചാപ്റ്റർ അങ്ങോട്ട് ക്ലോസ് ചെയ്യുന്നതല്ലേ തമ്പി നല്ലത്. ഒരു കാര്യം ചെയ്യുക, അവളെ അങ്ങോട്ട് അവസാനിപ്പിച്ചാരേ. അങ്ങനെയാണ് കാര്യങ്ങൾ എളുപ്പമാവില്ല എന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു, വേറെ നിവൃത്തിയില്ലെങ്കിൽ ഞാൻ അത് ചെയ്യും. കാരണം എനിക്ക് പിടിച്ചു വയ്ക്കണം. എനിക്ക് സമൂഹത്തിന് മുന്നിൽ തല പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് പറയാണ്. പിന്നീട് തമ്പി ആകെപ്പാടെ തകർന്നു പോയി. തമ്പിക്ക് എന്ത് ചെയ്യണമെന്ന് പോലെ അറിയത്തില്ലാത്ത അവസ്ഥ. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലെന്ന് പോലും തമ്പിയുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവുകയാണ്. ഈ സമയത്ത് ജാനകി നിരഞ്ജനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. തമ്പി കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന്. എല്ലാം അറിഞ്ഞപ്പോൾ നിരഞ്ജന പറഞ്ഞു, ഇനിയിപ്പോൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, അറിയട്ടെ. അധികം വൈകാതെ തന്നെ അപർണയെ പറയും. അവൾ അറിയുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ഷോക്ക് ഉണ്ടാവാൻ പോകുന്നത്. അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്ന കാര്യമല്ലേ ഇത്. ജാനിയുടെ ധൈര്യമായിട്ടിരിക്കുക. ഇനി നമുക്ക് നേർക്ക് നേർ പോരാട്ടം നടത്താലോ. തമ്പി കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുകയല്ലേ. ഇനി തമ്പിയെ സൂക്ഷിക്കണം. അയാളെ ചിലപ്പോൾ ഗുണ്ടകളെ വിട്ട് ഉപദ്രവിക്കാനും മടിക്കില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ അന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും അഭി വന്നു. അഭി വന്നു കഴിഞ്ഞപ്പം ജാനകിക്ക് ആപ്പടെ സങ്കടമായിരുന്നു. ജാനകി ഓടിച്ചെന്ന് അഭിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് കാര്യങ്ങളൊക്കെ പറയണം. അഭിയോട് സാരമില്ല, പോട്ടെ, നമുക്ക് കാര്യമൊക്കെ എന്താണെങ്കിലും ഇതുമായി ഇത്രമായി. ഇനിയിപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടാതെ കാര്യമില്ല. എപ്പോഴാണെങ്കിലും അയാൾ അറിയാൻ പോകുന്ന സത്യം. അതിശരം നേരത്തെ അറിഞ്ഞൊന്നും കൂട്ടാക്കിയാൽ മതി എന്നൊക്കെ പറയാണ്. നീ ധൈര്യമായിട്ടിരിക്കുക, എന്തിനും ഏതിനും ഞങ്ങളൊക്കെ നിന്നോടൊപ്പം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ജാനകിയെ സമാധാനിപ്പിക്കണം. പണ്ടത്തെ പോലെയല്ല, കൂടുതൽ സൂക്ഷിക്കണം. ഇനി നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ തന്നെ എനിക്ക് പേടിയാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് അതേ ഒരു വഴി കാണുന്നുള്ളൂ എന്നൊക്കെ പറയണം. അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല കാര്യമെന്ന് ജാനകിക്കും തോന്നി. ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ഈ സമയത്ത് നകുലിന് എന്ത് ചെയ്യുവാണ്? നകുലിനൊരു കാര്യം തീരുമാനിച്ചു. ജാനകിയുടെ അടുത്തേക്ക് പോകണം. അതും അഭിയും ജാനകിയും കൂടെ ഒരുമിച്ചുള്ള സമയത്ത് വേണം. അങ്ങനെ അഭിയും ജാനകിയെയും പിന്തുടരാൻ അയാൾ തീരുമാനിക്കുകയാണ്. അവസാനം അഭിയും ജാനകിയും കൂടെ പുറത്ത് പോണ സമയത്ത് നകുലിന് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അവരൊരു കോഫി ഷോപ്പിൽ കയറി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നകുലിന് ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. പെട്ടെന്ന് നകുലിനെ കണ്ടപ്പോൾ അഭിക്ക് നകുലിനെ ഓർമ്മ വന്നു. ഇത് അവനാണല്ലോ, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്നവനാണല്ലോ എന്നൊരു ചിന്ത വന്നു. പക്ഷെ ജാനകി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നകുലിനുമായിട്ട് അഭി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ജാനകി ഇങ്ങോട്ട് നോക്കുകയാണ്. നകുലിനെ കണ്ടു കഴിയുമ്പോഴത്തേനും ജാനകി ഒരു നിമിഷം ഞെട്ടിപ്പോയി. പ്രേതത്തെ കണ്ടൊരവസ്ഥയായിപ്പോയി. വിളറി വെളുത്തുപോയി. ഒരിക്കലും കാണരുതെന്ന് താൻ ആഗ്രഹിച്ച ആ മുഖം തൻ്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ജാനകി വിളറി വെളുത്ത് വയ്ക്കുന്നത് അഭി പെട്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. അഭിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ള കാര്യം. പെട്ടെന്ന് അഭിയോട് ജാനകി പറഞ്ഞു, അഭിയേട്ടൻ നമുക്ക് പോകാമെന്ന് പറയണേ. എന്താ ജാനകി? നമുക്ക് പോകാം. നീ ജ്യൂസ് കുടിച്ചില്ല, വേണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അഭിയുടെ കയ്യെ പിടിച്ചുകൊണ്ട് ജാനകി പെട്ടെന്ന് അവിടുന്ന് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. ഈ സമയത്ത് അഭിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇതുവരെയായിട്ടും ജാനകി അത് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അങ്ങനെ ജാനകി അഭിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. പോകുന്ന വഴിക്കാണ് നകലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയണേ. മുമ്പ് ഒരാൾ ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അച്ഛൻ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ
അബിയോട് ജാനകി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആരാ എന്താന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ അവസാനം അബിയോട് ആ സത്യങ്ങളൊക്കെ തുറന്നു പറയാണ് അത് നകളിനാന്നുള്ള കാര്യം. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അബി ഒരു കാര്യം തീരുമാനിച്ചു. അവൻ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. തൻ്റെ ഭാര്യയെ സ്വന്തമാക്കുക അല്ലെ ഇല്ലാതാക്കാൻ ലക്ഷ്യമാണ്. അങ്ങനെയാണ് താൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവനെ കൈകാര്യം ചെയ്യാൻ തന്നെ അബിയും തീരുമാനിക്കുക. അപ്പോൾ എല്ലാം കൊണ്ടും അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ സംഭവ വികലമായ നിമിഷങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.